ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ 13 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കിയാണ് ചെയ്യുന്നത്. 11th ക്വസ്റ്റ്യൻ. ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ദ ആംഗുലർ പൊസിഷൻ തീറ്റ of a bright fringe having intensity 1/4 of the maximum intensity is given by. അതായത് ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. ഫിഗറിൽ തന്നിട്ടുള്ള യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണത്. അതിൻ്റെ ആംഗുലർ പൊസിഷൻ തീറ്റ ഓഫ് ദ ബ്രൈറ്റ് ഫ്രിഞ്ച് ഹാവിങ് 1/4 ഓഫ് ദ മാക്സിമം ഇൻറ്റൻസിറ്റി, അതായത് Imax/4 വരുന്ന ഇൻറ്റൻസിറ്റി ഉള്ള ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ ആംഗുലർ പൊസിഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ Imaxും Iയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാം ഇൻറ്റൻസിറ്റിയുടെ. I = Imax cos² δ/2 എന്നാണ് നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഐയുടെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? Imax/4. സോ I/Imax എന്ത് കിട്ടും? നമുക്ക് 1/4 കിട്ടും അല്ലേ? 1/4 = cos² δ/2. ഇതിൽ നിന്ന് ഡെൽറ്റയുടെ വാല്യൂ 2π/3 എന്ന് കിട്ടും. 2π/3 എന്നാണ് നമുക്ക് cos² δ = 1/4 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാം. അപ്പോൾ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേവ്സ് എന്താണ്? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ രണ്ട് സ്ലിറ്റിൽ നിന്നും വരുന്ന വേവ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്താണ്? ഡെൽറ്റ = 2π/λ d sin θ ആണ്. അപ്പോൾ അതായത് 2π/3 = 2π/λ d sin θ. അപ്പോൾ ഇതിൽ 2πയും ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 1/3 = 1/λ d sin θ എന്ന് കിട്ടും. ലാംഡയുടെ അപ്പോൾ d sin θ എന്ത് കിട്ടി നമുക്ക്? λ/3 എന്ന് കിട്ടി. സോ sin θ = λ/3d, θ = sin ഇൻവേഴ്സ് λ/3d. സോ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 11ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സൈൻ ഇൻവേഴ്സ് λ/3d. അപ്പോൾ എങ്ങനെയാണ് മനസ്സിലായില്ലേ ആ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത്? ഇനി 12th ക്വസ്റ്റ്യൻ നോക്കാം. In the ideal double slit experiment, when a glass plate of refractive index 1.5 of thickness t is introduced in the path of one of the interfering beams, wavelength lambda, the intensity at the position where the central maximum occurred previously remains unchanged. The minimum thickness of the glass plate is. അപ്പോൾ ഇതാണ് നമ്മുടെ നേരത്തെ ഇൻട്രൊഡക്ഷൻ ഓഫ് എ തിൻ ലാമിന ഷീറ്റ് എന്ന് പറയുന്നൊരു സംഭവം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ? അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു ഐഡിയൽ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. അതിൽ ലാംഡ വേവ് ലെങ്ത് വരുന്ന ഒരു ബീമിൻ്റെ ഇൻറ്റർഫിയറിങ് ബീമിൻ്റെ ഒരു പാത്തിൽ നമ്മൾ എന്ത് കൊണ്ടുവച്ചു? 1.5 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്ന ഒരു ഗ്ലാസ് പ്ലേറ്റ് കൊണ്ടുവച്ചു. ഇങ്ങനെ വെക്കുന്ന സമയത്ത് സെൻട്രൽ മാക്സിമത്തിൻ്റെ പൊസിഷൻ, അതുപോലെ തന്നെ സെൻട്രൽ മാക്സിമം നിൽക്കുന്ന പൊസിഷനിലെ ഇൻറ്റൻസിറ്റിക്ക് ചേഞ്ച് വരുന്നില്ല, സെയിം ഇൻറ്റൻസിറ്റി തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ വെച്ച ഗ്ലാസ് പ്ലേറ്റിൻ്റെ മിനിമം തിക്നെസ് എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. പാത്ത് ഡിഫറൻസ് ഒരു സ്ലാബ് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ? μ-1 × t ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മാക്സിമം ഇൻറ്റൻസിറ്റി വരണം എന്നുണ്ടെങ്കിൽ പാത്ത് ഡിഫറൻസ് എന്തിലായിരിക്കണം? കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫിയറൻസിലായിരിക്കണം ഇരിക്കുന്നത്. അതായത് μ-1 × t = n λ എന്നുള്ള കണ്ടീഷനിലായിരിക്കണം. അപ്പോൾ മിനിമം തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് വരണം എന്നുണ്ടെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. വേറെ വാല്യൂസ് ഒന്നും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മിനിമം ആവില്ല. സോ എന്നിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടി നമുക്ക്. അപ്പോൾ ടിയുടെ വാല്യൂ എന്ത് കിട്ടും? λ/μ-1, അഥവാ t = λ / 1.5 - 1. ലാംഡയുടെ വാല്യൂ നമുക്ക് അറിയില്ല. 1.5 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 ആണ്. 1/0.5 എന്ന് പറയുന്നത് 2 ആണ്. സോ 2 λ = t എന്നാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 12ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് പ്ലേറ്റിൻ്റെയാണ്. A glass plate of refractive index n is equal to 1.5 and thickness 30 mm is placed just below a well-focused microscope. For focusing it again, the microscope should be moved through a distance of A 45 mm, B 30 mm, C 20 mm, D 15 mm. നമുക്ക് n is equal to 1.5 വരുന്ന
തിക്നെസ് 30 മില്ലിമീറ്റർ വരുന്ന ഒരു ഗ്ലാസ് പ്ലേറ്റ് നമ്മളൊരു വെൽ ഫോക്കസ്ഡ് മൈക്രോസ്കോപ്പ്, അതായത് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മൈക്രോസ്കോപ്പിൻ്റെ തൊട്ട് താഴെ കൊണ്ടുവച്ചു. അപ്പോൾ വീണ്ടും ഫോക്കസ് ചെയ്യുന്ന സമയത്ത് മൈക്രോസ്കോപ്പിനെ നമ്മൾ എത്ര ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്യണം, അതായത് ആ ഫോക്കസ് കറക്റ്റ് ആ ഇൻറ്റൻസിറ്റി പൊസിഷൻ മാറി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി പൊസിഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഷിഫ്റ്റ് ഇൻ പാത്ത് ഡിഫറൻസ് ആണ് ഇങ്ങനത്തെ കണ്ടീഷനിൽ കണ്ടുപിടിക്കേണ്ടത്. പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? μ-1 × t എന്നാണ് വരിക. അതാണ് നമ്മുടെ പാത്ത് ഡിഫറൻസ്. സോ മ്യൂവിൻ്റെ വാല്യൂ 1.5, 1.5 - 1 × ടിയുടെ വാല്യൂ 30 മില്ലിമീറ്റർ തന്നിട്ടുണ്ട്. 1.5 - 1 എന്ന് പറയുന്നത് 0.5 ആണ്, അഥവാ 1/2. 1/2 × 30 മില്ലിമീറ്റർ 15 മില്ലിമീറ്റർ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 13 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14th ക്വസ്റ്റ്യൻ. ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ദി അപ്പർച്ചർ സ്ക്രീൻ ഡിസ്റ്റൻസ് ഇസ് 2 meter. The fringe width is 1 millimeter. Light of 600 nanometer is used. If a thin plate of glass mu is equal to 1.5 of thickness 0.06 millimeter is placed over one of the slits, then there will be a lateral displacement of the fringes by. നമുക്കൊരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് തന്നെയാണ് തന്നിട്ടുള്ളത്. ഇതിലെ അപ്പർച്ചർ സ്ക്രീൻ ഡിസ്റ്റൻസ്, സ്ക്രീനിൽ നിന്നും സ്ലിറ്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ് 2 meter ആണ്. ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ 1 millimeter ആണ്. ലാംഡ 600 നാനോമീറ്റർ ആണ്. ടിയുടെ വാല്യൂ 0.06 millimeter ആണ്. മ്യൂയുടെ വാല്യൂ 1.5 ആണ്. ഇത് ഒരു സ്ലിറ്റിൻ്റെ മുകളിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. സോ ഫ്രിഞ്ചസ് തമ്മിലുള്ള ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാതെ നമ്മൾ ആ ഫിഗർ വെച്ചിട്ടുണ്ട്. ഫിഗറിൽ ഒന്നിൻ്റെ മുകളിൽ എന്താ വെച്ചിരിക്കുന്നത്? ഗ്ലാസ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള പാത്ത് ഡിഫറൻസ് എന്തായിരിക്കും? μ-1 × t അത് ഈക്വൽ ടു n ലാംഡ. എന്നിൻ്റെ വാല്യൂ നമുക്ക് μ-1 × t ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് കിട്ടി. അപ്പോൾ ബീറ്റയാണ് ഫ്രിഞ്ച് വിഡ്ത്ത് എന്നുണ്ടെങ്കിൽ ലാറ്ററൽ ഷിഫ്റ്റ് എത്രയായിരിക്കും? n ബീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ μ-1 × t ഡിവൈഡഡ് ബൈ ലാംഡ ആണെങ്കിൽ ലാറ്ററൽ ഷിഫ്റ്റ് എന്തായിരിക്കും? ബീറ്റ n ബീറ്റ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ μ-1 × t ഡിവൈഡഡ് ബൈ ലാംഡ × ബീറ്റ. അപ്പോൾ 1.5 - 1 × 0.06 × 10⁻³ ഡിവൈഡഡ് ബൈ 6000 × 10⁻⁸ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ 1 millimeter ആണ്. സോ 1 × 10⁻³ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 1.5 - 1 എന്ന് പറയുന്നത് 0.5 ആണ്, അതായത് 1/2. 1/2 ഇൻറ്റു 0.06 × 10⁻³ 600 ഇൻറ്റു എന്തെന്ന് എഴുതാൻ പറ്റും? 600 ഇൻറ്റു 10⁻5 എന്ന് എഴുതാം. സോ 600 ഇൻറ്റു 10⁻5 ഡിവൈഡഡ് ബൈ 6000 ഇൻറ്റു 10⁻8. അപ്പോൾ ഇതിൽ 2 0 ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും. 2 0 ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും. 6/16 ആവും. ഞങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു എളുപ്പ മെത്തേഡാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ 6/16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10. അപ്പോൾ 1/10 ഇൻറ്റു 10⁻8. അപ്പോൾ 10 ഇൻറ്റു 10⁻8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻7. പോരാത്തതിന് മുകളിലൊരു 10⁻5 ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയുക. പിന്നെ അടിയിലൊരു 1/2 കിടക്കുന്നുണ്ട്. മുകളിൽ 10⁻5, താഴെ 10⁻7. -5ൻ്റെ ഒപ്പം ഇപ്പുറത്തൊരു 10⁻³ ഉണ്ട്. അതായത് 10⁻5 × 10⁻3, അതായത് 10⁻8. സോ 10⁻8 ഡിവൈഡഡ് ബൈ 10⁻7, അഥവാ 10⁻7 ഡിവൈഡഡ് ബൈ 10⁻8, അതായത് 1/10. 1/2 ഇൻറ്റു 10 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആൻസർ. 1/2 ഇൻറ്റു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 ഡിവൈഡഡ് ബൈ 10. 0.5 ഇൻറ്റു 10⁻1, അഥവാ 0.5 മീറ്റർ. 0.5 മീറ്ററിനെ നമ്മൾ എങ്ങനെ എഴുതാം? 5 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ സിംപ്ലിഫൈ. ഇത് ഞാൻ പറയുമ്പോൾ കുറേ ഉള്ളത് പോലെ തോന്നും കേട്ടോ, പക്ഷെ നിങ്ങളിത് ചെയ്ത് നോക്കൂ. ഈ മെത്തേഡിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കോമൺ ടേംസിനൊക്കെ ഒരുമിച്ച്, അതുപോലെ 10ൻ്റെ ഫാക്ടേഴ്സിനെ ഒരുമിച്ച് അങ്ങനെയൊക്കെ എഴുതിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. കാരണം അങ്ങനത്തെ നമ്പേഴ്സ് മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തരുള്ളൂ, എളുപ്പം കട്ട് ചെയ്ത് പോകുന്ന നമ്പേഴ്സ്. അപ്പോൾ എളുപ്പം കട്ട് ചെയ്ത് പോകുന്ന നമ്പേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കുകയാണ് നല്ലത്. അതാകുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചാലും നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ ആൻസർ കൺഫേം ചെയ്യാൻ ഇത്തരം മെത്തേഡ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓക്കെ, 5 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ലാറ്ററൽ ഷിഫ്റ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചോളൂ. n ബീറ്റ എന്നാണ് ലാറ്ററൽ ഷിഫ്റ്റിൻ്റെ ഇക്വേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ.
സോറി കൺഫ്യൂഷൻ ആയതാ. In a Young's double slit experiment, the interference pattern is found to have an intensity ratio between the bright and dark fringes as 9. This implies that 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. അതിൻ്റെ ഇൻ്റർഫറൻസ് പാറ്റേണിന് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസിൻ്റെ പിന്നിലുള്ള ഇൻ ബിറ്റ്വീനുള്ള റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 9 ആണ്. അതായത് 9:1 ആണ്. ഇതിൻ്റെ അർത്ഥം താഴെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐ മാക്സ് ബൈ ഐ മിനിമം ഇസ് ഈക്വൽ ടു 9/1 എന്ന് തന്നിട്ടുണ്ട്. സോ √I1 പ്ലസ് √I2 ഡിവൈഡഡ് ബൈ √I1 മൈനസ് √I2. 9/1 ഇസ് ഈക്വൽ ടു √I1 സ്ക്വയർ ഉണ്ട് കേട്ടോ. ഇവരൊന്നും ഈ ക്വസ്റ്റ്യനിൽ സ്ക്വയർ എഴുതണില്ല, ഹോൾ സ്ക്വയർ ഉണ്ട് അവിടെ. അപ്പോൾ രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 3/1 ഇസ് ഈക്വൽ ടു √I1 പ്ലസ് √I2 ഡിവൈഡഡ് ബൈ √I1 മൈനസ് √I2. അപ്പോൾ √I1 ഇൻറ്റു മൈനസ് √I2 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു √I1 പ്ലസ് √I2. അതായത് 3√I1 മൈനസ് 3√I2 ഇസ് ഈക്വൽ ടു √I1 പ്ലസ് √I2. അഥവാ √I1 ഇങ്ങോട്ട് കൊണ്ടുവരിക, √I2 അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. സോ 2√I1 ഇസ് ഈക്വൽ ടു 4√I2 എന്ന് വരും നമുക്ക്. അഥവാ √I1 ഇസ് ഈക്വൽ ടു 2√I2. അതായത് √I1 ഇസ് ഈക്വൽ ടു 2√I2 എന്ന് വരും. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ I1 ഇസ് ഈക്വൽ ടു 4I2. അപ്പോൾ I1/I2 എന്ത് കിട്ടും? 4:1 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി കറക്റ്റാണ്. ഇനി I1/I2 4/1 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? I പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ എന്നല്ലേ. സോ I1/I2 ഇസ് ഈക്വൽ ടു 4/1 ആണെങ്കിൽ A1/A2 എന്നുള്ളത് 2/1 ആയിരിക്കും. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. സോ നമ്മുടെ 15th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആൻഡ് ഡി. അതായത് ദ ഇൻറ്റൻസിറ്റീസ് അറ്റ് ദ സ്ക്രീൻ ഡ്യൂ ടു ദ 2 slits ആർ 4 units and 1 units ആൻഡ് ദി ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ ഇസ് 2. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി അടുത്തത്, വൈറ്റ് ലൈറ്റ് ഇസ് യൂസ് ടു ഇല്യൂമിനേറ്റ് ദ 2 slits in Young's double slit experiment. The separation between the slits is B and the screen is at a distance D greater than B from the slits. At a point on the screen directly in front of one of the slits, certain wavelengths are missing. Some of these wavelengths are. നമുക്കൊരു ലൈറ്റ് ഉപയോഗിച്ച് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലെ 2 സ്ലിറ്റ്സിനെ എന്ത് ചെയ്യാണ്? ഇല്യൂമിനേറ്റ് ചെയ്യാണ്. അതായത് അവിടേക്ക് ആ ലൈറ്റ് അടിക്കുകയാണ്. അപ്പോൾ ഈ 2 സ്ലിറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് ഇൻ സെപ്പറേഷൻ എന്ന് പറയുന്നത് ബി ആണ്. സ്ക്രീൻ ഒരു ഡിസ്റ്റൻസ് ഡിയിലാണ് ഇരിക്കുന്നത്. അതായത് ക്യാപിറ്റൽ ഡിയുടെ ഇവിടെ വാല്യൂ തന്നിട്ടുള്ളത് സ്മോൾ ഡി ആണ്, സ്മോൾ ഡിയുടെ അവിടെ വാല്യൂ തന്നിട്ടുള്ളത് ബി ആണ്. അപ്പം ഒരു പോയിന്റിൽ ഈ സ്ക്രീന് സ്ലിറ്റിൻ്റെ ഡയറക്റ്റ്ലി ഫ്രണ്ടിൽ വരുന്ന പോയിന്റിൽ ചില വേവ് ലെങ്ത്സ് മിസ്സിംഗ് ആണ്. മിസ്സിംഗ് വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. മിസ്സിംഗ് വേവ് ലെങ്ത്തിന് ഒരു കറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. മിസ്സിംഗ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2n-1 λ/2 ആണ്. അതായത് ഡയറക്റ്റ്ലി ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്ലിറ്റ് വരുമ്പോൾ ഈ പാത്ത് ഡിഫറൻസ് വരുന്ന സ്ലിറ്റ്സ് ആണ് മിസ്സിംഗ് ആവുക. സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2n-1 λ/2. പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ YD/D ആണ് ഫോർ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. അതിൽ നിന്ന് y ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? 2n-1 λ/2 ഇൻറ്റു D/D. ഇതിൽ വൈയുടെ വാല്യൂ വരിക നമ്മുടെ സ്ലിറ്റ് തമ്മിലുള്ള സെപ്പറേഷൻ്റെ ഹാഫ് വാല്യൂ ആണ്. സോ അത് B/2 ഇസ് ഈക്വൽ ടു 2n-1 ഇൻറ്റു λ/, സ്മോൾ ഡിയുടെ വാല്യൂ ബി ആണ്. സോ /2b എന്ന് കിട്ടി. ഓക്കെ, ക്യാപിറ്റൽ ഡിയുടെ വാല്യൂ എന്താണ്? സ്മോൾ ഡി ആണ്. അപ്പോൾ ആ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇങ്ങനെ കിട്ടി. അഥവാ λ ഇസ് ഈക്വൽ ടു ഇതിൽ നിന്ന് 2ഉം ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും. B²/2n-1 ഇൻറ്റു ഡി എന്ന് കിട്ടും നമുക്ക്. ക്ലിയർ ആണല്ലോ? ഇതിൽ n ഈക്വൽ ടു എന്താണ്? 1, 2, 3 എന്ന് പറയുന്ന വാല്യൂസ് ആണ്. അപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ള വേവ് ലെങ്ത്സ് ആണ് ഇപ്പോൾ നമ്മളവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതിൽ n1 ഇട്ട് കൊടുക്കുമ്പോൾ λ1ൻ്റെ വാല്യൂ B²/d എന്ന് കിട്ടും. n2 ഇട്ട് കൊടുക്കുമ്പോൾ λ2ൻ്റെ വാല്യൂ B²/3d എന്ന് കിട്ടും. n3 ഇട്ട് കൊടുക്കുമ്പോൾ B²/5d എന്ന് കിട്ടും. അപ്പോൾ 16th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ വരുന്നത് ഏതൊക്കെയാണ്? λ ഈക്വൽ ടു B/dയും
ലാംഡ ഈക്വൽ ടു b/3d ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 16ൻ്റെ ആൻസേഴ്സ് ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ സി ആണ്. മൂവിങ് ഓൺ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? യങ്സ് ഡബിൾ സ്ലിറ്റ് അറേഞ്ച്മെൻറ്റ് ഫോർ ഒബ്സർവിങ് ഇൻറ്റർഫറൻസ് പാറ്റേൺ ഇൻക്ലൂഡ്സ്. 4 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതൊരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ബേസിക്കലി വേവ് ഫ്രണ്ടിൻ്റെ ഡിവിഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ കറക്റ്റ് ആണ്. സെൻട്രൽ പോയിൻ്റ് എപ്പോഴും എന്തായിരിക്കും? ഒരു ബ്രൈറ്റ് പോയിൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മാക്സിമം ഒക്വർ ചെയ്യുന്ന പോയിൻ്റ് എവിടെയാണ് വരിക? ND(λ/d) എന്ന് പറയുന്ന ആ ഒരു പാത്ത് ഡിഫറൻസിലാണ് വരിക. N0യും Y0യും ആവുന്ന പോയിൻറ്റ്സിൽ എന്തായിരിക്കും? സെൻട്രൽ പോയിൻ്റ് ഓൺ ദ സ്ക്രീനിൽ നിന്നാണ് ആ ഒരു N=0 Y=0 എന്ന് പറയുന്ന പോയിൻ്റ്. അവിടെയാണ് നമ്മുടെ സെൻട്രൽ ബ്രൈറ്റ് മാക്സിമ വരിക. സോ 17th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആൻഡ് സി. അതായത് ഇനി മറ്റേ ഡിവിഷൻ ഓഫ് വേവ് ഫ്രണ്ട് മെക്കാനിസം ആണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ ആധാരം എന്ന് പറയുന്നത്. സി സെൻട്രൽ ബ്രൈറ്റ് മാക്സിമ കറക്റ്റ് ആയല്ലോ. ഇനി 18th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ കേസ് ഓഫ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. താഴെ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിലേതൊക്കെയാണ് ശരിയെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളോട്. അപ്പോൾ അതിലേതൊക്കെയാണ് ശരിയെന്ന് നോക്കാം. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത് 2 സ്ലിറ്റ്സ് വേണം. S1 S2 എന്ന് പറയുന്ന 2 സ്ലിറ്റ്സ്. S1ഉം S2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ d ആണ്. S എന്ന് പറയുന്നത് സോഴ്സ് ആണ്. P എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്ക്രീൻ അറ്റ് എ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ D ആണ്. അപ്പോൾ ബ്രൈറ്റ് ഫ്രിഞ്ച് P' വരാനായിട്ട് വരേണ്ടത് നമുക്ക് y(d/D) = n(λ) വരണം. ഡാർക്ക് ഫ്രിഞ്ച് വരാനായിട്ടുള്ള കണ്ടീഷൻ y(d/D) = n+1/2 λ വരണം. ഫ്രിഞ്ച് വിഡ്ത്ത് λ(D/d) വരണം. അപ്പം നമ്മളൊരു ഓർഡിനറി എക്സ്റ്റെൻഡഡ് സോഴ്സ് ഓഫ് ലൈറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ സ്ലിറ്റ് നെസസറി ആണ്. പക്ഷേ നമ്മുടെ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് വെൽ കൊളിമേറ്റഡ് ആണെങ്കിൽ, അതായത് ഒരൊറ്റ നാരോ ആയിട്ടുള്ളൊരു പാത്തിലൂടെ പോകുന്ന കൊളിമേറ്റഡ് ആയിട്ടുള്ള ഒറ്റ ലീനിയർ പാത്തിൽ പോകുന്ന വളരെ കൊളിമേറ്റഡ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ലൈറ്റ് ആണെങ്കിൽ ഈ സ്ലിറ്റ് നെസസറി അല്ല. അതുപോലെ തന്നെ സ്പേഷ്യലി കൊഹറൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത് കൊളിമേറ്റഡ് ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 18 എന്താണ് ഈ സ്ലിറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ? അത് മനസ്സിലായില്ലേ? കൊളിമേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെറിയ ഡിസ്റ്റൻസിൽ നമ്മൾ സ്ലിറ്റ്സിനെ കൊണ്ടുവയ്ക്കുന്നത്. ആ ലൈറ്റിനെ കൊളിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒറ്റ നാരോ പാത്താക്കി ലൈറ്റിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ ഓൾറെഡി കൊളിമേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ആവശ്യമില്ല. സോ ക്വസ്റ്റ്യൻ നമ്പർ 18ൻ്റെ ഓപ്ഷൻ എ ശരിയാണ്, ബി ശരിയാണ്, സിയും ശരിയാണ്. സ്പേഷ്യലി കൊഹറൻറ്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ആണെങ്കിൽ സ്ലിറ്റ് ആവശ്യം ഇല്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി തെറ്റാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്തരത്തിലുള്ള കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വരും കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഇസ് പെർഫോംഡ് അണ്ടർ വാട്ടർ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ഫോർ ദ ഇൻറ്റർഫറൻസ് പാറ്റേൺ പ്രൊഡ്യൂസ്ഡ് അണ്ടർ വാട്ടർ? വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും വെള്ളത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ എയറിനേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. ഈ ലൈറ്റിൻ്റെയും ലൈറ്റ് ഫ്രിഞ്ചസിൻ്റെയും ഡാർക്ക് ഫ്രിഞ്ചസിൻ്റെയും പൊസിഷൻ എന്ന് പറയുന്നത് ലാംഡയ്ക്ക് പ്രൊപ്പോർഷണൽ ഈ ലൈറ്റ് ഫ്രിഞ്ചസിൻ്റെയും ഡാർക്ക് ഫ്രിഞ്ചസിൻ്റെയും ആ ഒരു പൊസിഷൻ ഇല്ലേ, നമ്മൾ λ/D എന്ന് പറഞ്ഞ് കാണില്ലേ, അത് എന്തിന് പ്രൊപ്പോർഷണലാണ്? വേവ് ലെങ്ത്തിന് പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ട് തന്നെ അണ്ടർ വാട്ടറിൽ വേവ് ലെങ്ത്തിന് ഡിഫറൻസ് വരുന്നത് കാരണം അണ്ടർ വാട്ടറിലെ ഫ്രിഞ്ച് സെപ്പറേഷനും എന്തായിട്ട് മാറും? ഡിക്രീസ് ചെയ്യും. സോ ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ഇനി വാട്ടർ ലൈറ്റിനെ കൂടുതൽ സ്കാറ്റർ ചെയ്യും. അതുകൊണ്ട് തന്നെ സ്കാറ്ററിങ് ഒരുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻറ്റൻസിറ്റി കുറയും. അതുകൊണ്ട് എയറിലെ ഒരു ഇൻറ്റൻസിറ്റീനെ കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിലെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. സോ ഓപ്ഷൻ സി കറക്റ്റ് ആണ്. വിസിബിലിറ്റിയുടെ ഇക്വേഷൻ ഞാൻ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. Imax - Imin / Imax + Imin ആണ്. ഇപ്പോൾ 2 സ്ലിറ്റ്സും സെയിം സൈസ് ആണെങ്കിൽ Imin 0 ആയിരിക്കും, വിസിബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് 100% വിസിബിലിറ്റി ആയിരിക്കും. അതായത് എയറിലാണെങ്കിലും വാട്ടറിലാണെങ്കിലും ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻറ്റൻസിറ്റി ഓഫ് ദ മിനിമം. അതനുസരിച്ചിരിക്കും എന്ത്? വിസിബിലിറ്റി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി, സി, ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. അതായത് ഫ്രിഞ്ച് സെപ്പറേഷൻ വിൽ ഡിക്രീസ്, ഇൻറ്റൻസിറ്റി ഓഫ് മാക്സിമാസ് ഡിക്രീസ്, വിസിബിലിറ്റി റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ. അതും കൂടിയാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഡു സം മോർ ക്വസ്റ്റ്യൻസ്.
അടുത്ത ക്വസ്റ്റ്യൻ ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ദ ടു സ്ലിറ്റ്സ് ആക്ട് ആസ് എ coherent source of equal amplitude A and of wavelength lambda. In other experiment with the same setup, the two slits are sources of equal amplitude A and wavelength lambda but are incoherent. The ratio of the intensity of light at the midpoint of the screen in the first case to that in the second case is. അപ്പോൾ ഇതൊരു ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നിട്ടുള്ളത് രണ്ട് പെർട്ടിക്കുലർ സെറ്റപ്സ് ഓഫ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. ഫസ്റ്റ് സെറ്റപ്പിൽ രണ്ട് സ്ലിറ്റ്സും കൊഹറൻറ്റ് സോഴ്സസ് ആണ്, ഈക്വൽ ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് എ ആൻഡ് വേവ് ലെങ്ത് ലാംഡ. മറ്റേ സെറ്റപ്പിൽ, അതായത് സെക്കൻഡ് സെറ്റപ്പിൽ രണ്ട് സ്ലിറ്റ്സും ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് എ ആൻഡ് ലാംഡ വേവ് ലെങ്ത് ഉള്ള സോഴ്സ് തന്നെയാണ്, പക്ഷേ ഇൻകൊഹറൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് കേസസിലെയും മിഡ് പോയിൻ്റ് ഓൺ ദ സ്ക്രീനിലെ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിൻ്റെ റേഷ്യോ, ഫസ്റ്റ് ടു സെക്കൻഡ് റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. സോഴ്സസ് കൊഹറൻ്റ് ആയിരിക്കുന്ന കണ്ടീഷനിൽ ഐ മാക്സ് എന്ന് പറയുന്നത്, അഥവാ ഐ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 4I0 ആണ് വരിക, മിഡ് പോയിൻറ്റിലെ ഇൻറ്റൻസിറ്റി. ഇൻകൊഹറൻ്റ് ആവുന്ന സമയത്ത് I0 + I0 ആ ഒരു ഇതാ വരിക, അതായത് 2I0 എന്നാണ് വരിക. അപ്പോൾ റേഷ്യോ എന്താ വരിക? ഐ മാക്സ് ബൈ ഐ എന്ന് പറയുന്നത് 4I0 / 2I0. I0 ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി 4/2 2 ആണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 24ൻ്റെ ആൻസർ 2 ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A light source emits visible light of two wavelengths, lambda 1 is equal to 420 nanometer and lambda 2 is equal to 520 nanometer. The source is used in a double slit interference experiment in which d is equal to 100 centimeter and small d is equal to 0.025 millimeter. Which of the following statements are correct for the interference fringes? ഓപ്ഷൻ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതൊരു മൾട്ടിപ്പിൾ സെലക്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നിട്ടുള്ളത് ഒരു ലൈറ്റ് സോഴ്സ്, അത് വിസിബിൾ ലൈറ്റാണ് എമിറ്റ് ചെയ്യുന്നത്. രണ്ട് വേവ് ലെങ്ത് ഉണ്ട് ഈ ഒരു ലൈറ്റിൽ, ലാംഡ 1 420 നാനോമീറ്ററും ലാംഡ 2 520 നാനോമീറ്ററും. ഈ സോഴ്സിനെ നമ്മളൊരു ഡബിൾ സ്ലിറ്റ് ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റിൽ ഉപയോഗിക്കുകയാണ്. അതിൽ ക്യാപിറ്റൽ D 100 സെൻറ്റിമീറ്ററും സ്മോൾ d 0.025 മില്ലിമീറ്ററുമാണ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ്, ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ പ്രൊഡ്യൂസ്ഡ് ആവുന്ന ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ O എന്ന് പറയുന്ന പൊസിഷനിൽ പാത്ത് ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? അതായത് സെൻട്രൽ മാക്സിമത്തിൽ എപ്പോഴും പാത്ത് ഡിഫറൻസ് 0 ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ വേവ് ലെങ്ത്. കാരണം പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് d sin θ ആണ്. എന്ത് വന്നാലും, ലാംഡയുടെ വാല്യൂ എന്ത് വന്നാലും ഓയുടെ അവിടുത്തെ പാത്ത് ഡിഫറൻസ് എപ്പോഴും 0 ആയിരിക്കും. ഇനി സെൻട്രൽ മാക്സിമയ്ക്ക് തീറ്റ 0 ആണ്, അതുകൊണ്ട് സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഡ്യൂ ടു ലാംഡ 1ഉം ലാംഡ 2ഉം ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് m = 1 എന്ന് പറയുന്ന കണ്ടീഷനിൽ y1 ഓഫ് ലാംഡ 1 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1 × ലാംഡ 1 ക്യാപിറ്റൽ D / സ്മോൾ d, അത് 420 × 10⁻⁹ ഡിവൈഡഡ് ബൈ 0.025 × 10⁻³ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? താഴത്തെ 0.025 × 10⁻³ എന്നുള്ളത് 25 × 10⁻³ അതായത് 25 × 10⁻6 എന്ന അടിയിൽ വരും. 10⁻6ഉം 10⁻9ഉം ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുമ്പോൾ എന്താ വരിക? അതായത് 10⁻6/10�9, അത് 1/10⁻³ അഥവാ 10⁻³ മുകളിലൊരു 10⁻³ വരും. ഇനി 420 ഡിവൈഡഡ് ബൈ 25 അത് 16.8 ആണ്. അപ്പോൾ 16.8 × 10⁻³ അഥവാ 1.68 × 10⁻². 10⁻² എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിൻ്റെ യൂണിറ്റ് ആണ്. സോ 1.68 സെൻറ്റിമീറ്റേഴ്സ് എന്നാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. ഇനി സെക്കൻഡ് വേവ് ലെങ്ത്തിൻ്റെ y എന്ന് പറയുന്നത് എന്താ വരിക? 1 × ലാംഡ 2 ക്യാപിറ്റൽ D / സ്മോൾ d, അതിൻ്റെ വാല്യൂ നമുക്ക് 520 × 10⁻9 ഡിവൈഡഡ് ബൈ 0.025 × 10⁻³ അഥവാ 520 ഡിവൈഡഡ് ബൈ 25 × 10⁻³ 520 ഡിവൈഡഡ് ബൈ 25യുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ വാല്യൂ 20.8 വാല്യൂ എന്നാണ് വരിക. സോ 20.8 × 10⁻³
എത്രയാണത്? 2.08 × 10⁻². 10⁻² എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ആണ്. സോ ലാംഡ 2വിൻ്റെ കറസ്പോണ്ടിങ് y വരുന്നത് 2.08 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്യുന്നത് കാരണം നമ്മുടെ പാത്ത് ഡിഫറൻസ് എന്ത് വരും? 2.08 മൈനസ് 1.68 എന്ന് വരും. സോ 0.4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ഓവർലാപ്പ് ചെയ്യുന്ന കണ്ടീഷനിൽ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങനെ ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എം ഡാഷിൻ്റെ വാല്യൂ വരുന്നത് എം ഡാഷ് ബൈ എമ്മിൻ്റെ വാല്യൂ വരുന്നത് 42/52 ആണ്. അതായത് ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ 50 സെക്കൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചും 40 സെക്കൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? 420 നാനോമീറ്ററിൻ്റെ 50 സെക്കൻഡ് ഫ്രിഞ്ചും അതുപോലെ തന്നെ 520 നാനോമീറ്ററിൻ്റെ 40 സെക്കൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചും തമ്മിലാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. ഇനി ഈ ഫ്രിഞ്ചസിൻ്റെ വൈ വാല്യൂ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 52 ഇൻറ്റു ആ ഒരു വൈ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി ചെയ്യുക, ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി ചെയ്യുക, അത്രേ ചെയ്യാനുള്ളൂ കേട്ടോ. സോ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ, ബി, സി ആൻഡ് ഡി എല്ലാ ഓപ്ഷനും ശരിയാണ്. അതായത് സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഡ്യൂ ടു ലാംഡ 1 ആൻഡ് ലാംഡ 2 ഓവർലാപ്പ്. ഫസ്റ്റ് ഇൻഡിഫറൻസ് മാക്സിമാസ് ഓഫ് ലാംഡ 1 ആൻഡ് ലാംഡ 2 ആർ സെപ്പറേറ്റഡ് ബൈ 0.4 സെൻറ്റിമീറ്റർ. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 40 സെക്കൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് ഓഫ് ലാംഡ 2 ഓവർലാപ്പ് വിത്ത് 50 സെക്കൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് ഓഫ് ലാംഡ 2, അതും ശരിയാണ്. On the screen, the bright fringes from lambda 1 and lambda 2 overlap exactly at 87.4 cm. നമ്മളതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കണ്ടുപിടിച്ച് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. In a Young's double slit experiment using light of wavelength lambda and a thin piece of plexiglass having refractive index mu covers one of the slits. If the center point of the screen is a dark spot instead of a bright spot, what is the thickness of the plexiglass? നമുക്ക് ഒരു എന്താ പറയുക, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ വേവ് ലെങ്ത് ലാംഡയാണ്. അതിലുപയോഗിച്ചിട്ടുള്ള ഗ്ലാസ് പ്ലേറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്? ടി ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണ്. എങ്കിൽ സെൻറ്റർ പോയിൻറ്റിൽ സ്ക്രീനിലെ സെൻറ്റർ പോയിൻറ്റിൽ ഡാർക്ക് സ്പോട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ പ്ലെക്സി ഗ്ലാസിൻ്റെ തിക്നെസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഒരു മറ്റേ സ്ലിറ്റ് തിക്നെസ് ടി ഉള്ള ഷീറ്റിൻ്റെ ഇൻട്രൊഡക്ഷനിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഷിഫ്റ്റ് ഇൻ സെൻട്രൽ ഫ്രിഞ്ച് ഡ്യൂ ടു പ്ലെക്സി ഗ്ലാസ് എന്താണ്? നമുക്ക് ഓൾറെഡി നമ്മൾ മറ്റേ ലാമിന ഷീറ്റിൻ്റെ ഇതിൽ ഷിഫ്റ്റ് പഠിച്ചിട്ടുണ്ട്, പാത്ത് ഡിഫറൻസ് പഠിച്ചിട്ടുണ്ട്. ഡി ഇൻറ്റു മ്യൂ മൈനസ് 1 ഇൻറ്റു ടി ബൈ സ്മോൾ ഡി ആണ്. ഫ്രിഞ്ച് വിഡ്ത്ത് എന്താണ്? ഡി ലാംഡ ബൈ സ്മോൾ ഡി ആണ്. സെൻറ്റർ പോയിൻറ്റ് ഡാർക്ക് സ്പോട്ട് ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റയുടെ വാല്യൂ β/2, 3β/2, 5β/2 അങ്ങനെയാണ് വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി ഇൻറ്റു മ്യൂ മൈനസ് 1 ഇൻറ്റു ടി ബൈ ഡി ഇസ് ഈക്വൽ ടു ഹാഫ് ഡി ലാംഡ ബൈ ഡി. ബീറ്റയുടെ വാല്യൂ ഡി ലാംഡ ബൈ ഡി എന്നാണല്ലോ. അപ്പോൾ ഹാഫ് ഇൻറ്റു ഡി ലാംഡ ബൈ ഡി എന്ന് പറയുന്ന വാല്യൂ വരും. അതിൽ നിന്ന് ടിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ലാംഡ ബൈ 2 മ്യൂ മൈനസ് 1. കാരണം ക്യാപിറ്റൽ ഡിയും സ്മോൾ ഡി ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. അപ്പോൾ ടിയുടെ വാല്യൂ ലാംഡ ബൈ 2 ഇൻറ്റു മ്യൂ മൈനസ് 1 എന്ന് വരും. ഇനി അതേപോലെ തന്നെ 3/2ൻ്റെ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ ഡി മ്യൂ മൈനസ് 1 ഇൻറ്റു ടി ബൈ സ്മോൾ ഡി ഇസ് ഈക്വൽ ടു 3/2 ഡി ലാംഡ ബൈ സ്മോൾ ഡി ആണെങ്കിൽ ഡിയും ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി ടിയുടെ വാല്യൂ 3 ലാംഡ ബൈ 2 ഇൻറ്റു മ്യൂ മൈനസ് 1 എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ ബിയും സിയും ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ശരിയായി. ഇനി 22nd ക്വസ്റ്റ്യൻ. A young double slit experiment is performed with white light. Which of the following statements are correct for interference fringes? അപ്പോൾ നമുക്ക് വൈറ്റ് ലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. വൈറ്റ് ലൈറ്റിൽ കുറേ 7 കളേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. സോ വൈറ്റ് ലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് യങ്സിൽ നമ്മൾ നടത്തുന്നത്. ഇതിൽ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനായിട്ട് സെൻട്രൽ മാക്സിമയുടെ തൊട്ടടുത്തുള്ള ഫ്രിഞ്ച് ഒന്നുകിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, അതായത് വിബ്ജിയോറിൻ്റെ ആ ഒരു ഓർഡറിൽ ഇൻക്രീസിങ് വേവ് ലെങ്ത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ പൊസിഷൻ ഓഫ് ഫ്രിഞ്ചസ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആയത് കാരണം ഓപ്ഷൻ എ കറക്റ്റാണ്. തൊട്ടടുത്തുള്ള സെൻട്രൽ മാക്സിമയുടെ തൊട്ടടുത്തുള്ള ഫ്രിഞ്ചിൻ്റെ കളർ വയലറ്റ് ആയിരിക്കും.
ഇനി പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഇൻ്റർഫിയറിംഗ് വേവ്സ് ഫോർ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു